നൂര സൈക്കോ ഉള്ള ഒരു കെട്ടിടത്തിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഒറ്റയ്ക്ക് പോയി പെട്ടത്. ഈ സൈക്കോയ്ക്ക് കണ്ണുകൾ കാണാൻ കഴിയില്ല. അതിനാൽ തന്നെ തന്നെത്താനെ ഭിത്തിയിൽ വന്ന് തല ഇടിപ്പിക്കുകയായിരുന്നു. ഇവിടെ അവന് കണ്ണ് കാണത്തില്ലെന്ന് കേട്ടോ. അവന് കണ്ണ് കാണത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തല പേടിക്കുന്നു, ഭിത്തിയിൽ പോയി. ഈ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണ് എൻ്റെ ജീവൻ പണയം വെച്ച് ഞാൻ ക്യാമറയിൽ പകർത്തിയത്. ആരോ ഒരാൾ അവിടെ വന്നെന്നറിഞ്ഞ ഈ സൈക്കോ പിന്നീട് അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. എന്നെ ആക്രമിക്കുവാൻ എൻ്റെ നേരെ ഓടി വന്ന സൈക്കോ ഞാൻ അവിടുന്ന് ഓടി അതേ കെട്ടിടത്തിൽ തന്നെ മറ്റൊരു മുറിയിൽ പോയി നിൽക്കുകയായിരുന്നു. എൻ്റെ സ്വന്തം ജീവന് തന്നെ അപകടം വരുത്തിയാണ് ഞാൻ അവിടെ കുറച്ച് സമയം ചെലവഴിച്ചത്, വീഡിയോ എടുത്തത്. അതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരാടാ നീ? നിനക്ക് എന്താ വേണ്ടേ? ഹായ്, വെൽക്കം ടു ഡെയറിങ് സൂര്യ. ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളിന് ശേഷം വന്നിട്ട് ഡിഫറൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റാണിത്. ഇത് വന്നിട്ട് അബൻഡൻ ബിൽഡിംഗ് ആണ്. ചില പല ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുള്ളതായിട്ടും ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കാണ്. അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചില ആക്ടിവിറ്റീസും കാര്യം നടക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിലേക്കാളൊക്കെ ഉപരി വന്നിട്ട് ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. അത് ഞാൻ വന്നിട്ട് ഒരിടത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു സംഭവം ഞാൻ അറിഞ്ഞായിരുന്നു. ബട്ട് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇൻ കേസ് അതെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും നടക്കുകയാണെങ്കിലോ ഞാൻ വന്നിട്ട് എന്ത് പോക്കട പാമ്പ് പോകുന്നവർ പോകുന്നു. എന്തെങ്കിലും നടക്കുകയാണെങ്കിലോ സംഭവിക്കുകയാണെങ്കിലോ ഞാൻ ആ കാര്യം വന്നിട്ട് റിവീൽ ചെയ്യാം. ബട്ട് നമ്മളത് ഇല്ലാതെ ഒന്നും ഒരിക്കലും പറയാൻ പാടില്ല. സോ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഇവിടെ ബാഗിൽ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്, നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അകത്തുനിന്ന് വന്നിട്ട് ഒരുമാതിരി മറ്റേ ഇങ്ങനെ മുറുമുറുക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്ന പോലെ ഏതോ ഹ്യൂമൻ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഇവിടെ കുറച്ച് മാറിയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്, അതുകൊണ്ട് അതൊരു ആശ്വാസമുണ്ട് ഉള്ളിൽ. ബട്ട് എന്നിരുന്നാലും ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഒരു അബൻഡറായിട്ട് കിടക്കുന്ന ഒരു രണ്ടോ നാലോ വീടുണ്ട് ഇവിടെ. സോ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക, മുഴുവനായിട്ട് കാണുക. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് നമുക്ക് 1 by 1 ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സൗണ്ട് ഒന്ന് കേൾക്കുന്നുണ്ട്. ഇതൊരു കാടിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു ബിൽഡിംഗാണ്, അതുകൊണ്ട് തന്നെ ഹൈലി റിസ്ക് ആണത്. ഇതാണ് വിഷയം, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അത് എനിക്കറിയില്ല. എന്തായാലും നമ്മളിപ്പം ഗോസ്റ്റിനെ തേടിയാണ് വന്നേക്കുന്നത്. ഇത്രയും വലിയ നാടയോ ആരുടെ വേണ്ടി? കൗണ്ടറൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി 21 എന്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ATM കാർഡൊക്കെ ഇരിക്കുന്നു. ATM കാർഡ് ഇതെന്താ സംഭവം?
ഗൈസ് ഇത് വന്നിട്ട് മറ്റേ വീടിൻ്റെ ഇത് മറ്റേ ഈ കണ്ണൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു. അല്ല, ഇത് നൂലിൻ്റെ കെട്ടാണ് കേട്ടോ, ഇത് നൂലിൻ്റെ കെട്ടാണ്. ആരെങ്കിലും ഉണ്ടോ അകത്ത്? ഹലോ. ഇത് അടുക്കളയാണ് കേട്ടോ തോന്നുന്നു. മൊത്തം ചെതലരിച്ച് ഇതായി കിടക്കും കേട്ടോ. അകത്തുനിന്ന് ഇപ്പോൾ സൗണ്ട് കിട്ടും. ആരും നടക്കുന്ന പോലെ. ആരും നടന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൈക്കോ ആരത്? സൈക്കോയാണ് കൈസത്, കൺഫേം സൈക്കോ അത്. എൻ്റെ ദൈവം തമ്പുരാനെ, കൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് കൺഫേം സൈക്കോ തന്നെയാണത്. ഇതാ ഞാൻ പറഞ്ഞത്, കൺഫേം ആക്കാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഇപ്പോൾ കൺഫേം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ട്, തുണിയില്ലാതെ നടന്നു പോകുന്നത്, ഒട്ടും തുണിയേ ഇല്ലാതെ നടന്നു പോകുന്നത്. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്യും? ഗോസ്റ്റിനടുത്ത് നമ്മൾ സംസാരിക്കുന്ന പോലെയും ചെയ്യുന്ന പോലെ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെ സൈക്കോ എടുത്ത് വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഹൈലി റിസ്ക് ആണ്. കഴിച്ചത് അവനാന്ന് തോന്നുന്നു. ലൈറ്റിന് വെട്ടം കണ്ടിട്ട് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. എന്താ ചെയ്യപ്പോ? കുറച്ച് ഇവിടുന്ന് സൗണ്ട് കിട്ടും എനിക്കിപ്പം. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഗോസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോയുടെ പ്രസൻസ് ഉണ്ട് എന്നേ കേട്ടുള്ളൂ. ബട്ട് ഇപ്പോൾ കൺഫേം ആയി. എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർക്ക് പോകരുത് എന്നാണ് എന്നോട് പറഞ്ഞത്, കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ. ബട്ട് ഞാൻ വിചാരിച്ചു സൈക്കോ കാണത്തില്ല, ഇത് മാത്രമേ കാണത്തുള്ളൂ. പെട്ടെന്ന് പോയിട്ട് കുറച്ച് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ച് വന്നത്. ബട്ട് ഇത് അൺഎക്സ്പെക്റ്റഡ്. ഇപ്പോൾ എന്താ ചെയ്യുക? അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ട്, അതിൻ്റെ അകത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നേ. പൈസ എൻ്റെ ബാഗ് ഉണ്ടായിരിക്കുന്ന ആണ്ടോ, കാണാൻ പറ്റുന്നില്ല. അവിടെ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്. അവിടെ നൈറ്റ് വിഷൻ ഇരിപ്പുണ്ട്, കണ്ടോ? ഇപ്പം എന്താ ചെയ്യുക? ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ സൗണ്ട് കേട്ട്
എന്തായാലും അപ്പുറത്തുള്ളത് വന്നിട്ട് സൈക്കോ ആണ്, അത് കൺഫേം ഉള്ള കാര്യമാണ്. ഞാൻ കണ്ട് ഇപ്പോൾ സൗണ്ട് കേട്ട് നിങ്ങളിപ്പോൾ. ബട്ട് ഇവിടെ ഉള്ളത് നമ്മളൊന്നും കണ്ടിട്ടില്ല, ബട്ട് സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഗോസ്റ്റ് ആണോ എന്ന് ഡൗട്ടുണ്ട് എനിക്ക്. ഹലോ, 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 എൻ്റെ ദൈവം, ഇത് എവിടുന്നാടാ? ഇത് ഇവിടെ കിടന്നത്, ഇതെങ്ങനെ പറ്റും? അയ്യോ, എൻ്റെ ദൈവമേ. ഓ, കൈസ് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നേ. ആ പ്രേതം ഇവിടെ വന്നതാണുള്ളത്. അപ്പുറത്ത് സൈക്കോ, ഇവിടെ പ്രേതം പെട്ട് നടുക്ക്. എൻ്റെ ദൈവമേ. എന്താ ചെയ്യ? ഓ എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നോ, എന്തോടത്? ഓ ഷിറ്റ്. ഹലോ, ആരാ ഉള്ളത്? തൊട്ടടുത്ത് സൗണ്ട് കേട്ട്. അമ്മച്ചി, ഓ ഗായ്സ്, എക്സ്ട്രീം. അപ്പുറത്ത് സൈക്കോ, ഇപ്പുറത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഹലോ, എൻ്റെ ദൈവമേ. ഹലോ, ആരത്? കൈസ് ഇവിടെ വിഷയമാണ്, ഞാനതാ പറഞ്ഞേ.
രണ്ട് സൈഡ് സീനാണ്. പ്രേതത്തെ പിന്നെ എങ്ങനെ സഹിക്കാം, പക്ഷെ സഹിക്കുക റിസ്ക്കാണ്. ഇതുണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നോ. എൻ്റെ ഭഗവാനെ, എന്തോടത്? സാധാരണ വീഡിയോ വിചാരിച്ച വന്ന ഇത് എന്തത്? കൈസിൻ്റെ കയ്യിൽ കല്ലുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ തല കൊണ്ട് എറിഞ്ഞ് പൊട്ടിക്കുക. കൈസ് ഇതിനകത്തുള്ളത് ഗോസ്റ്റാണ്. ഇതിനകത്തുള്ളത് ഗോസ്റ്റാ. ഇതിനകത്തുള്ളതാ സൈക്കോ. ഇവിടെങ്കിലും ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ തല കൊണ്ട് അല്ലി പൊട്ടിക്കുക. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മനുഷ്യനാണോ കോപ്പാണോ നോക്കത്തില്ല, എറിഞ്ഞ് വീക്ക് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെങ്ങാണ് അത് കിടന്നത്. ഇതുകൊണ്ട് ഒരു അമ്പലം പോലെ, കുഞ്ഞൊരു ക്ഷേത്രം പോലെ. എൻ്റെ ദൈവം തമ്പുരാനെ, ഇത് വിഷയം കേട്ടോ. ഇത് ഞാൻ കുറേ ഇത് കണ്ടിട്ടുണ്ട്, സിനിമയിലും കണ്ടിട്ടുണ്ട്. സംഭവത്തിൽ കുറച്ച് പവർഫുള്ളാണിത്. ബട്ട് ഇത് എന്താ ഇത്, അതും പവർഫുള്ളായിട്ടുള്ളത് ഇപ്പോൾ അത് അബിഡാണ്ട് കിടക്കുക. അതാണ് ഇനിയും റിസ്ക് കൂടുന്നത്. തോണ്ട് എൻ്റെ പൊന്നോ, ഹെവി ക്യാപ്ചർ, എക്സ്ട്രീമോടോ. എൻ്റെ ദൈവം നമ്പുരാൻ, അവനെ നിൽക്കുന്നവിടെ. അവനത് കൺഫേം. കയ്യിലെന്തോ കമ്പിയുണ്ട്. ഹെവി ക്യാപ്ചർ, എക്സ്ട്രീം.